അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻസ് ബ്ലഡ് ഫ്ലൂയിഡ്സ് മാത്രമല്ല ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. നമ്മുടെ ബ്ലഡിന് പുറമെ ലിംഫ് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡും കൂടി നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, ലിംഫ് വെസൽസ്, ലിംഫ് നോഡുകൾ ചേർന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഉം. ഇതിലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം ട്ടാ. പിന്നെ എന്താ ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അടങ്ങിയ ഫ്ലൂയിഡിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. കളർലെസ് ആണ്, ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറന്റ് ആണ്. മാത്രമല്ല ഇതില് WBCകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് വീണ്ടും എടുത്തിട്ടത്. ഓക്കെ, അതിനു മുൻപ് ഇപ്പൊ ഞാൻ മിസ് നേരത്തെ പറഞ്ഞു, ഇതില് ലിംഫ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്, ലിംഫ് നോഡുകൾ ഉണ്ട്. ഇനി ഇതിന് പുറമെ നമ്മുടെ ലിംഫിന്റെ ഒരുപാട് ഓർഗൻസുകൾ ഉണ്ട്. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സാധനം കയറിക്കഴിഞ്ഞു, ഒരു ബാക്ടീരിയയോ വൈറസോ കയറിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഈ ബാക്ടീരിയകളെയും വൈറസിനെയും കൊല്ലുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരാണ് ലിംഫോയിഡ് ഓർഗൻസ്. ലിംഫോയിഡ് ഓർഗൻസ്. നമ്മുടെ ശരീരത്തിൽ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അവയവങ്ങളുണ്ട്. ഈ അവയവത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ കൊല്ലപ്പെടുന്നത്. ഓക്കെ, ഇപ്പോ നമ്മുടെ ശരീരത്തിൽ WBCകൾ ഉണ്ടെന്ന് പറഞ്ഞു. WBCകളാണ് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സപ്പോസ് എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ നമ്മുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ WBCകൾ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയനെയും വൈറസിനൊക്കെ കൊന്നൊടുക്കി കളയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് കൊന്നൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോയിഡ് ഓർഗൻസിന്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ലിംഫോയിഡ് ഓർഗൻസ് എന്താന്ന് പഠിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിംഫോയിഡ് ഓർഗൻസ് പഠിക്കും, എങ്ങനെയാണ് അവർ കൊല്ലുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം മക്കൾ മനസ്സിലാക്കുക, രണ്ട് തരത്തിൽ ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ, എന്തെങ്കിലും അസുഖം ഉണ്ടാക്കുന്ന പാത്തോജൻസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ, പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാക്കുന്നത് ആരാണോ അവരാണ് പാത്തോജൻസ്. പാത്തോജൻസ് കയറി കഴിഞ്ഞാൽ അവരെ കൊല്ലുന്ന ഇടങ്ങളെയാണ് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞത്. അത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഏതെങ്കിലും രണ്ട് ലിംഫോയിഡ് ഓർഗന്റെ പേര് പറയാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ഏതെങ്കിലും രണ്ട് ലിംഫോയിഡ് ഓർഗന്റെ പേര് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത് കേട്ടാ. നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാന ഘടകങ്ങളായിട്ടുള്ള ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. ആദ്യത്തേതാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിനെയാണ് സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിംഫോയിഡ് ഓർഗൻ. ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളും വൈറസുകളും ഇൻഫെക്ഷൻസുകളൊക്കെ ഇല്ലാണ്ടാകുന്നത് ഈ സ്ഥലത്താണ്. അപ്പൊ ആരാന്ന് നോക്കാം. ആദ്യത്തെ ആളാണ് ബോൺ മാരോ. ബോൺ മാരോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? എന്താ ബോൺ മാരോ മക്കളെ? എന്താ ബോൺ മാരോ മക്കളെ? ഉം ബോൺ മാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്താ ബോൺ മാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിട്ടുണ്ടോ? ഇതല്ലേ മജ്ജ. യെസ് യെസ്, വെരി ഗുഡ്, മജ്ജയാണ്. മജ്ജക്കാണ് നമ്മുടെ ബോൺ മാരോ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മുടെ എല്ലില്ലേ, എല്ലിന്റെ അകത്താണ് മജ്ജ ഇരിക്കുന്നത്. ഇപ്പൊ ഇതാണ് മജ്ജ. ഓക്കെ, എല്ലിന്റെ അകത്താണ് മജ്ജ ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ RBCകളും WBCകളും ഒക്കെ ഉണ്ടാകുന്നത് മജ്ജയിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ ഒരുപാട് കോശങ്ങളുണ്ട്. RBCകളുണ്ട്, WBCകളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സുകളുണ്ട്. ഇതൊക്കെ ഓരോ സമയം കൂടുന്തോറും പുതിയ പുതിയ സെൽസുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് ബ്ലഡ് എടുത്തപ്പോ പറഞ്ഞു അല്ലെ, RBCക്കൊക്കെ 120 ദിവസം ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ RBCകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. എവിടുന്ന ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മജ്ജയിൽ നിന്നാണ്. മജ്ജയിൽ നിന്നാണ്, എല്ലിന്റെ അകത്ത് നിന്ന മജ്ജയിൽ നിന്നാണ് പുതിയ പുതിയ സെൽസുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ബോൺ മാരോയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺ മാരോയിൽ വെച്ചിട്ട് ഒരുപാട് ബാക്ടീരിയകളും അതേപോലെ തന്നെ വൈറസുകളും ഒക്കെ കൊല്ലപ്പെടും. മാത്രമല്ല ഇവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
സെൽസുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഏതൊക്കെ സെൽസുകളാണെന്നറിയോ? ഇവർക്ക് ഒരുപാട് സെൽസുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോ നമ്മൾ WBCകൾ പഠിച്ചപ്പോൾ ലിംഫോസൈറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിൽ മോണോ ലിംഫോസൈറ്റുകൾ രണ്ടെണ്ണം ഉണ്ട്. ബീസ് ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് എന്നൊക്കെ പഠിച്ചു അല്ലെ? ഇവരൊക്കെ ഉണ്ടാകുന്നതും വളരുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ബോൺ മാരോ. ഓക്കെ, ഇനി അത് എന്താന്ന് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റൊരാളുണ്ട്, അയാളുടെ പേരാണ് തൈമസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി എന്നൊക്കെ പറയും. തൈമസ് ഗ്രന്ഥിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ചെറിയ കുട്ടി, ഇതാ തൈമസ് ഗ്രന്ഥി എവിടെയാ അറിയോ കാണുന്നത്? ഹൃദയത്തോട് ചേർന്നത്. ഇത് ലങ്സ് ആണ്. ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ഒരു ഹോർമോണൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ തൈമസ് ഗ്ലാൻഡ് പ്രത്യേകത എന്താണെന്നറിയോ? ഈ തൈമസ് ഗ്ലാൻഡ് ചെറിയ കുട്ടികൾക്ക് വലിയ സൈസുള്ള തൈമസ് ഗ്ലാൻഡ് ആവും. ഓക്കെ, തൈമസ് നമ്മൾ വളരും തോറും, ഇപ്പൊ നമ്മളൊരു അഡൽട്ടായി കഴിഞ്ഞാൽ തൈമസ് ഗ്ലാൻഡ് ചുരുങ്ങും. നമുക്ക് വയസ്സാകും തോറും തൈമസ് ഗ്ലാൻഡ് ചുരുങ്ങി 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 വരും. അപ്പൊ ഒരു ജനിച്ച കുട്ടിക്ക് വലിയ തൈമസ് ഗ്ലാൻഡ് ആവും. പിന്നെ വളരും തോറും നമ്മുടെ തൈമസ് ഗ്ലാൻഡിന്റെ വലിപ്പം കുറയും. നമ്മുടെ യൗവനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്ലാൻഡും കൂടിയാണ് തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ യൂത്ത് ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുക. കാരണം എന്താണെന്നറിയോ? ഇവര് ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, തൈമോസിൻ പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്താണെന്നറിയോ? തൈമസ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലെ WBCകളില്ലേ, WBCകളായിട്ടുള്ള നമ്മുടെ ബി ലിംഫോസൈറ്റുകളെയും ടി ലിംഫോസൈറ്റുകളെയൊക്കെ എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ രണ്ട് മെയിൻ ലിംഫോയിഡ് ഓർഗൻസുകൾ ഉണ്ട്, ബോൺ മാരോയും തൈമസ് ഗ്ലാൻഡും. ഇവരുടെ രണ്ടാളുടെയും പണി എന്താ? ആ WBCകളായിട്ടുള്ള ബി ലിംഫോസൈറ്റുകളെയും ടി ലിംഫോസൈറ്റുകളെയും ഉണ്ടാക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ആരാണ് ബീൻ ഉണ്ടാക്കുക, ടീൻ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, WBCകളെ ഉണ്ടാക്കാനും ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നമ്മുടെ ബോൺ മാരോയും തൈമസ് ഗ്ലാൻഡും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടുന്ന് നിങ്ങളോട് ചോദിക്കുക എന്താണെന്നറിയോ? രണ്ട് ലിംഫോയിഡ് ഓർഗന്റെ പേര് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന്റെ പേരും കൂടിയും പറയാം. ഓക്കെ, അപ്പൊ ഇവര് രണ്ടാളും മാത്രമല്ല നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത്, വേറെ കുറെ ആളുകളുണ്ട്. അവയാളുടെ പേരാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്പ്ലീൻ. ഇപ്പൊ സ്പ്ലീന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു അവയവമുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് സ്പ്ലീൻ. സ്പ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വാരിയെല്ലില്ലേ, നമ്മുടെ വാരിയെല്ലിന്റെ തൊട്ട് താഴെയായിട്ട്, വാരിയെല്ലിന്റെ ഈ ഇടത്തെ വാരിയെല്ലിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ സ്പ്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവയവം ഉള്ളത്. സ്പ്ലീൻ. സ്പ്ലീൻ എന്താണ്? സ്പ്ലീനെ നമ്മൾ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നൊക്കെ വിളിച്ചിരുന്നു. ഗ്രേവിയാർഡ് ഓഫ് RBC. RBCകൾക്ക് ഇപ്പൊ ബോൺ മാരോയിൽ നിന്ന് പുതിയൊരു RBC ഉണ്ടായി, ഒരു RBC കുട്ടി. RBC കുട്ടി 120 ദിവസക്കാലം ജീവിക്കും. അത് കഴിഞ്ഞാൽ ആ RBC മരണമടയും. മരണമടഞ്ഞു കഴിഞ്ഞാൽ ഈ RBCകളൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്ന ഇടമാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്ലീൻ RBCകളുടെ ശവകുടീരം എന്നൊക്കെ അറിയപ്പെടുക. അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഈ സ്പ്ലീനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്പ്ലീനിൽ ഒരുപാട് ബാക്ടീരിയകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാ. ബോൺ മാരോയും തൈമസും ഹെൽപ്പ് ചെയ്യുന്ന അത്ര ഹെൽപ്പുകളൊന്നും സ്പ്ലീന് ചെയ്യണില്ലെങ്കിലും സെക്കൻഡറി കുറച്ചൊക്കെ പരിപാടികൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്പ്ലീന് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ സ്പ്ലീന്. സ്പ്ലീൻ ഒരുപാട് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കും. ഇനി രണ്ടാമത്തതാണ് ലിംഫ് നോഡ്. ലിംഫ് നോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി നിങ്ങൾ കണ്ട, നമ്മുടെ ശരീരത്തിൽ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് കൂടെ ലിംഫ് ഒഴുകുന്നുണ്ട്. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ പെട്ട ഭാഗങ്ങളാണ് ഈ ലിംഫ് നോഡ്. നിങ്ങൾ കണ്ട കഴലകൾ കണ്ട. ഞാൻ ഈസി ആയിട്ട് ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയട്ടെ. സപ്പോസ് സപ്പോസ് മക്കളെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കവിളിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു കഴല പോലെ ഫോം ചെയ്യില്ലേ? ഒരു കഴല പോലെ. അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്താ അപ്പൊ ഇത് പനിയോ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വീർപ്പും കഴലകളൊക്കെ ഫോം ചെയ്യുന്നത്.
അത് ശരിക്കും എന്താണെന്നറിയൂ? അത് ലിംഫ് നോഡുകളാണ്. ഈ ലിംഫ് നോഡ് വീർക്കുന്നതാണ് നമുക്ക് അങ്ങനെ കഴല പോലെ ഫോം ചെയ്യുന്നത് അവിടെ. കാരണം എന്താണെന്നറിയൂ? ഇതിനകത്ത് ഒരുപാട് ബാക്ടീരിയകൾ ട്രാപ്പഡ് ആവും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പനി വരികയാണ്, അപ്പൊ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ കുറെ ബാക്ടീരിയകളും വൈറസൊക്കെ കയറിയിട്ടുണ്ടാവും. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണല്ലോ നമുക്ക് പനി വരുന്നത്. അപ്പൊ ഈ ബാക്ടീരിയകളൊക്കെ ലിംഫ് നോഡിന്റെ ഉള്ളിൽ ട്രാപ്പ് ആവും. ഈ ലിംഫ് നോഡിന്റെ അകത്ത് ഒരുപാട് WBCകൾ ഉണ്ടാകും. ഈ WBCകൾ പോയിട്ട് നമ്മുടെ ബാക്ടീരിയകളെ കൊന്നുകളയും കൊന്നുകളയും. ഓക്കെ. ആ സമയത്ത് അവിടെ സ്വെല്ലിംഗ് രൂപപ്പെടുന്നതാണ് ഈ ലിംഫ് നോഡ് ചെയ്യുന്ന പണി. ഓക്കെ. ലിംഫ് നോഡിന്റെ അകത്ത് ഈ ബാക്ടീരിയകൾ ട്രാപ്പ് ആവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? WBCകൾ അവിടെ പോയിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവിടെ ഒരു വീർപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ലിംഫ് നോഡ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ത്രൂ ഔട്ട് ഉണ്ട് കേട്ടാ. നമുക്ക് ചിലതൊക്കെ മാത്രമേ കാണുള്ളൂ. ചില ഭാഗങ്ങളിൽ ലിംഫ് ഇങ്ങനെ ഫോം ചെയ്യും, ലിംഫ് നോഡ് വീർത്തതായിട്ട് ഫോം ചെയ്യും. അപ്പൊ ലിംഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഇനി മൂന്നാമത്തതാണ് ടോൺസിൽസ്. ടോൺസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ടയില്ലേ, ഇതാണ് ചെറുനാവ് അല്ലെ. ഈ ചെറുനാവിന്റെ അറ്റത്തുള്ള ഈ രണ്ട് സൈഡുള്ള ഈ ഭാഗങ്ങളില്ലേ, അത് ടോൺസിൽസ്, സ്റ്റോൺസ് എന്നാ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ തൊണ്ടയുടെ ഈ ഭാഗമില്ലേ, ഇതിനെയാണ് ടോൺസിൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്കറിയില്ലേ, നമുക്കറിയണതാണ്. പെട്ടെന്ന് ഒരു പനി വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തൊണ്ടവേദന വരും അല്ലേ. ഈ തൊണ്ടയിൽ ടോൺസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് കണ്ട. ഈ ഒരു ഭാഗത്തിനെയാണ് ടോൺസിൽ എന്ന് പറയുന്നത്. ഈ ടോൺസിലിന്റെ ഭാഗത്ത് ഈ ബാക്ടീരിയകൾ ട്രാപ്പ് ആവും. അവിടെ വെച്ചിട്ട് ഈ ടോൺസിലിന്റെ ഈ ഭാഗത്ത് ഒരുപാട് WBCകൾ ഉണ്ടാവും. WBCകൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് ബാക്ടീരിയകളെ കൊല്ലും. അപ്പോഴാണ് നമുക്ക് ഈ വേദനക്ക് അനുഭവപ്പെടുന്നത്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ ടോൺസിലൈറ്റിസ് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൺസിലിന്റെ മുകളിലുള്ള ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. അപ്പൊ ടോൺസിൽ ഒരു ലിംഫോയിഡ് ഓർഗൻ ആണ്. ടോൺസിൽ ഒരുപാട് ബാക്ടീരിയകളെ ട്രാപ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ആളാണ് പെയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ വൻകുടലും ചെറുകുടലാണ്. ചെറുകുടലിന്റെ ഉൾഭാഗമാണിത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാല്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിന്റെ ഉൾഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പാച്ച് പോലെ കുറെ ഭാഗങ്ങൾ കാണും. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പഴകിയ ഭക്ഷണമാവും. അപ്പൊ ഈ പഴകിയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ബാക്ടീരിയകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല വയറുവേദനയൊക്കെ അനുഭവപ്പെടും അല്ലെ. എങ്ങനെയാലും ഇപ്പൊ ഈ ബാക്ടീരിയകളെ കൊല്ലണമല്ലോ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ബാക്ടീരിയകൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ അകത്തുള്ള പെയേഴ്സ് പാച്ചസ് എന്ത് ചെയ്യും? WBCകൾ റിലീസ് ചെയ്തിട്ട് ആ ബാക്ടീരിയകളെ കൊന്ന് നശിപ്പിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിഫെൻഡിങ് സിസ്റ്റം ഉണ്ട്. WBCകൾ പല സ്ഥലത്ത് എന്താ പറയാ, സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മുടെ എങ്ങനെ കയറിക്കഴിഞ്ഞാലും നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അതിനുള്ള ആൾക്കാർ നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ പെയേഴ്സ് പാച്ചസ് എന്ന് പറയുന്നത്. പെയേഴ്സ് പാച്ചസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ. പിന്നെ ഉള്ളത് അപ്പൻഡിക്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ. എന്താ അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങൾ ആകെ കേട്ടിട്ടുണ്ടാവും അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷനൊക്കെ പറ്റിയിട്ടോ. നമ്മുടെ വൻകുടലും ചെറുകുടലും കണ്ട, ഇതാണ് വൻകുടൽ, ഇതാണ് നമ്മുടെ ചെറുകുടൽ. അപ്പൊ ഈ വൻകുടലിന്റെ അറ്റത്ത് ഒരു വിരല് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഒരു വിരല് പോലത്തെ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പൻഡിക്സ്. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ഈ കുടൽ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയകളോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ ഏജൻസോ ട്രാപ്പ് ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ അപ്പൻഡിക്സിന്റെ അകത്ത് എന്തുണ്ട്? WBCകൾ ഉണ്ട്. ഈ അപ്പൻഡിക്സിന്റെ അകത്തുള്ള WBCകൾ അതിനെ പോയിട്ട് കൊല്ലും. ഓക്കെ. അപ്പൊ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ നമ്മുടെ ബോഡിയിലുണ്ട്. ഇതിന് ഇതിപ്പോ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൻഡിക്സിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാ. അപ്പൻഡിക്സിന്റെ പണി നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്കറിയാം അപ്പൻഡിക്സ് പറഞ്ഞത് ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ഇവിടെ വെച്ചിട്ടും ബാക്ടീരിയകൾ കൊല്ലപ്പെടും. ഓക്കെ. അപ്പോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ദർ ആർ 2 ടൈപ്സ് ഓഫ് ലിംഫോയിഡ് ഓർഗൻ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ. ഇനി ഇത് ലിംഫും ബ്ലഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ദ ക്ലിയർ കളർലെസ് ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദി ബ്ലഡ് കാപ്പിലറി വാൾസ് ഇസ് കോൾഡ് ഡാഷ്. ബ്ലഡിൽ നിന്ന് ബ്ലഡ് കാപ്പിലറികളിൽ ഒന്ന് ഒഴുകി വരുന്ന കളർലെസ് ലിക്വിഡിന് പറയുന്ന പേരെന്ത്? എന്താ അതിന്റെ ആൻസർ? ഇങ്ങനെ ഒരു ചോദ്യം എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അതിന്റെ ആൻസർ എഴുതുക? ലിംഫ്. ഓക്കെ, ലിംഫോയിഡ് ഓർഗൻസ് അല്ല, ലിംഫാണ് കേട്ടാ, ലിംഫാണ്. ഏത് ലിക്വിഡ് ആണെന്നാ ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ് ചോദിച്ചു കഴിഞ്ഞാല് ലിംഫ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളത്? ലിംഫ് നോഡും പിന്നെ രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ ആ ലിംഫ്, ആ ആ ലിംഫ്, വെസൽസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ലിംഫ് വെസൽസ് ഉണ്ട്, ലിംഫ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടാ. വളരെ സിമ്പിൾ ആണ്, നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കിയേ, ലിംഫ് നോഡ്സിൽ ഏത് സെൽസുകളാണുള്ളത്? എ നമ്പർ ഓഫ് ഡാഷ് ആർ പ്രസന്റ് ഇൻ ലിംഫ് നോഡ്സ് ആൻഡ് അറ്റാക്ക് ബാക്ടീരിയ. ലിംഫ് നോഡ്സിൽ ഏത് സെൽസുകളാണുള്ളത്? RBC ആണോ, WBC ആണോ, പ്ലേറ്റ്ലെറ്റ്സ് ആണോ? WBC. യെസ്, WBC ആണ്. വെരി ഗുഡ്. ഓക്കെ, WBCകളാണ്. എ നമ്പർ ഓഫ് WBC ആർ പ്രസന്റ് ഇൻ ലിംഫ് നോഡ്. ലിംഫ് നോഡുകളിൽ കാണപ്പെടുന്നത് WBC ആണ്. ഇവരാണ് അറ്റാക്ക് ചെയ്യുന്നത്? ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ NIOS ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ കൺസെപ്റ്റ് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൻസർ ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. എന്താണെന്നറിയോ? ഗിവ് 1 എക്സാമ്പിൾ ഓഫ് ലിംഫോയിഡ് ഓർഗൻ ഇൻ യുവർ ബോഡി. ഒരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ലിംഫോയിഡ് ഓർഗന്റെ പേര്? പ്രൈമറി. ആ, പ്രൈമറി ലിംഫോയിഡ് ഓർഗന്റെ ഒരു പേര് പറ. ബോൺ മാരോ. ബോൺ മാരോ, വെരി ഗുഡ്. ഓക്കെ, ബോൺ മാരോ, തൈമസ് എന്ന് പറയാം, സ്പ്ലീന് പറയാം, ടോൺസിൽസ് പറയാം, അപ്പൻഡിക്സ് പറയാം, പെയേഴ്സ് പാച്ചസ് പറയാം, ഇഷ്ടമുള്ളത് പറയാം. അറ്റ്ലീസ്റ്റ് ഒരു പേരെങ്കിലും നിങ്ങൾക്ക്, 2 പേരെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. 2 പേര്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇനി ഈ മറ്റൊരു ടോപ്പിക്കും കൂടിയുള്ളൂ കേട്ടാ. ഇതോട് കൂടിയിട്ട് ഇപ്പോഴാണ് നമ്മുടെ ശരിക്കും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. ശരിക്കും ഇത് സർക്കുലേഷനിൽ വരുന്നതല്ല, ഇതൊരു ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് ഈ NIOSന്റെ ഈ ചാപ്റ്ററിൽ ഈ ഒരു പോർഷനും കൂടി വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇമ്മ്യൂണിറ്റി, യെസ്, പ്രതിരോധം. ഓക്കെ, അപ്പൊ യെസ്, പ്രതിരോധം. അപ്പൊ നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മുടെ ബോഡിക്ക് ചെറിയൊരു പ്രതിരോധ ശേഷിയുണ്ട് അല്ലേ? പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പൊ ഒരു വൈറസോ ബാക്ടീരിയകളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റും. ആ ഒരു എബിലിറ്റിക്കാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? അപ്പൊ നമുക്ക് പറയാം, ദ ഓവറോൾ എബിലിറ്റി ഓഫ് ദ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഹോസ്റ്റ്. ആരുടെ ശരീരത്തിലാണോ നമ്മുടെ പാത്തോജൻസ് കയറുന്നത് അയാളാണോ ഹോസ്റ്റ്. ഈ ഹോസ്റ്റിന്റെ എബിലിറ്റിയാണ്. എന്തിന്റെ എബിലിറ്റിയാണ്? ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. അസുഖമുണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ആ ഹോസ്റ്റിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് ബാക്ടീരിയയുടെ എബിലിറ്റി അല്ല, നമ്മുടെ എബിലിറ്റിയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. അല്ലേ? മനസ്സിലായോ? ഇമ്മ്യൂണിറ്റി എന്താന്ന് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കുക, 2 തരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി 2 തരമുണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ജനിക്കുമ്പോ തന്നെ കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി, അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ജനിച്ചു, അപ്പൊ ആ കുട്ടിക്ക് ആദ്യം പനി വരുമ്പോൾ ആദ്യത്തെ പനി മാറാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? പിന്നെ പിന്നെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും പനികൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മുടെ ശരീരം അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് വരും.
അപ്പോൾ ഈ ജനിച്ചൊരു കുട്ടിക്ക് പനി വന്നാലും ആ കുട്ടിക്ക് ആ പനി മാറാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിയുടെ ബോഡിയിലുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധം. അതിനെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രതിരോധ ശേഷിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻബോൺ ഇമ്മ്യൂണിറ്റിയാ. ചില കുട്ടികൾക്ക് ഭയങ്കര ഇൻബോൺ ആയിട്ട് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. ചില കുട്ടികൾക്ക് എന്താണ്, ജനിച്ച പാടന്നെ എപ്പോഴും അസുഖങ്ങൾ വന്നോണ്ടാവും. ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാത്ത മക്കൾ ഉണ്ടാവും. അപ്പൊ ചില ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു പവറിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ. അതിനൊരു ഒരു പ്രത്യേകത ഉണ്ട്. അത് ഏത് അസുഖത്തിനെതിരെ പ്രവർത്തിക്കും. ചിലപ്പോൾ നമുക്കൊരു ജലദോഷം, ആ കുട്ടികൾക്കൊരു ജലദോഷം വന്നാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പനി വന്നാലോ, ചിലപ്പോൾ ഒരു വോമിറ്റിംഗ് വന്നാലോ, എന്തൊക്കെ അസുഖം വന്നു കഴിഞ്ഞാലും എല്ലാത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് കാരണം കൊണ്ട് അതിന് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കല്ല. ബാക്ടീരിയൽ അസുഖം വന്നാൽ മാത്രമേ മാറുന്നില്ല, വൈറൽ അസുഖം വന്നാൽ മാത്രമേ അസുഖം മാറുന്നില്ല. ഏത് അസുഖം വന്നാലും അതിനെ ചെറുത്തു നിൽക്കാൻ ഒരു നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ് ആർക്കുള്ളത്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കുള്ളത്. ഓക്കെ, ബൈ ബർത്ത് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താ? അത് നോൺ സ്പെസിഫിക് ആണ്. എല്ലാത്തിനെതിരെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ എൻവിയോൺമെന്റിനോട് അഡാപ്റ്റ് ആയി, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ എൻവിയോൺമെന്റൽ കണ്ടീഷനിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു പ്രതിരോധ ശേഷിയുണ്ട് അല്ലെ? അപ്പോൾ അത് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം, വെള്ളം, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അങ്ങനെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരാണ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അത് ലൈഫിന്റെ എന്താ, ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അതിന് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും കൂടി പറയും. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പോ ഇന്ന് എനിക്കൊരു 8 വയസ്സായ സമയത്ത് എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന സമയത്ത് നന്നായിട്ട് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറസാണ്. ഓക്കെ, പോക്സ് വൈറസ് എന്നുള്ള ഒരു വൈറസാണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത്. ചൊള്ള എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പൊ ആ ചൊള്ള ഭയങ്കരമായിട്ട് എൻ്റെ ബോഡിയിൽ ഉണ്ടായി, നന്നായിട്ടുണ്ടായി. പിന്നെ എൻ്റെ ശരീരത്തിന് അത് മനസ്സിലായി, ശരീരം അതിനെതിരെ പ്രവർത്തിച്ച് എനിക്ക് സുഖപ്പെട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നെ എൻ്റെ ബോഡിയിൽ ചിക്കൻ ബോക്സ് വൈറസ് കയറുകയാണെങ്കിൽ എനിക്ക് ചിക്കൻ ബോക്സ് വരും. ലൈഫ് ടൈമിൽ എത്ര തവണയാണ് ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വരിക? ആർക്കെങ്കിലും 2 തവണ ചിക്കൻ ബോക്സ് വന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ എന്താ അറിയോ സംഭവിച്ചത്? നമ്മുടെ ശരീരത്തിന് ഒരു ഒരു മെമ്മറി മെക്കാനിസം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എന്റെ ശരീരത്തിൽ ചിക്കൻ ബോക്സിന്റെ വൈറസ് കയറുമ്പോൾ എന്റെ ശരീരത്തിന് അറിയില്ല, ഇയാളെ കണ്ടിട്ടില്ല, മുൻപ് കണ്ട ഒരു പരിചയമില്ല. ആദ്യമായിട്ട് എന്റെ ബോഡിയിൽ ഒരു വൈറസ് കയറുകയാണ്. അപ്പൊ എന്റെ ബോഡിക്ക് അറിയില്ല ഇത് പ്രശ്നക്കാരനാണോ അല്ലേന്നൊന്നും അറിയില്ല. അപ്പൊ എന്റെ ശരീരം എന്ത് ചെയ്യും? എന്റെ ശരീരത്തിന് ഇതിനെക്കുറിച്ച് അറിയാത്ത കാരണം കൊണ്ട് ഈ ചിക്കൻ ബോക്സിന് എന്റെ ശരീരം സ്വീകരിക്കും, എനിക്ക് ചിക്കൻ ബോക്സ് വരും. ഇപ്പൊ എന്റെ ശരീരത്തിന് അറിയാം, എന്റെ ശരീരം ഒരു പറഞ്ഞ മെമ്മറി സെൽസ് പറഞ്ഞിട്ടുള്ള സെൽസുകൾ ഉണ്ട്. ആ സെൽസ് ക്രിയേറ്റ് ചെയ്യും, ഇയാൾ ഇനി കയറിക്കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. അത് കാരണം കൊണ്ട് ഇനി ഞാൻ ഈ സാധനത്തിന് എൻ്റെ ബോഡിയിൽ കയറാൻ തന്നെ സമ്മതിക്കില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയട്ടെ. ഇപ്പോ നമ്മൾ വീട്ടിൽ ഒറ്റക്ക് താമസിക്കുകയാണ്. ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് ഒരാൾ വാതിൽ വന്ന് മുട്ടുകയാണ്. നമ്മൾ വാതിലൊക്കെ അടച്ചു പൂട്ടിയിരിക്കുക. രാത്രി സമയത്ത് ഒരാൾ വാതിൽ വന്ന് മുട്ടുകയാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ വട്ടം നമ്മൾ വാതിൽ തുറന്നപ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കും. ആ വെള്ളം കൊടുക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ചിലപ്പോൾ അയാള് ഒരു തോക്കെടുത്ത് നമ്മളെ വെടിവെക്കും. ഓക്കെ, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആ വെടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ജീവിക്കും. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് നിങ്ങൾ ഒറ്റക്കാണ് ആ വീട്ടിൽ ജീവിക്കുക എന്ന് വിചാരിക്കുക.
ഒരാൾ വീണ്ടും വന്ന് വാതിൽ മുട്ടി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കൊടുക്കുവോ? നമ്മളൊന്ന് ഭയപ്പെടില്ലേ? വീണ്ടും സെയിം അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയാളെ വീട്ടിലോട്ട് കയറ്റാൻ മടിക്കൂല്ലേ? അതേപോലെ തന്നെയാണ് ഈ ചിക്കൻ ബോക്സിന്റെ കേസും. ചിക്കൻ ബോക്സ് വൈറസ് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ബോഡിക്ക് അറിയില്ല ഇയാൾ ഇത്ര പ്രശ്നമുള്ള ആളാണെന്ന്. പക്ഷെ രണ്ടാമത് വട്ടം കയറുമ്പോൾ നമ്മുടെ ബോഡിക്ക് അറിയാം ഇയാൾ കയറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോ തുടക്കത്തിൽ തന്നെ ഇയാളെ ഒഴിവാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണെന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മുടെ ശരീരം അഡാപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഇത് സ്പെസിഫിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പോക്സ് വൈറസ് ആദ്യം എന്റെ ബോഡിയിൽ കയറിയപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. രണ്ടാമത് മറ്റൊരു വൈറസ് കയറി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് അറിയില്ല മറ്റു വൈറസിന്റെ കാര്യങ്ങളൊന്നും. ആ വൈറസിനെ അയാൾ സ്വീകരിക്കും. രണ്ടാമത് ചിക്കൻ ബോക്സിന്റെ വൈറസ് കയറി കഴിഞ്ഞാൽ ബോഡി അതിനെ റിജക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് കയറുന്ന എല്ലാ വൈറസിനും ശരീരം സ്വീകരിക്കും. അത് കാരണം കൊണ്ട് ഇത് സ്പെസിഫിക് ആണെന്ന് പറയാം. ഒരിക്കൽ ചിക്കൻ ബോക്സിന്റെ വൈറസ് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ചിക്കൻ ഗുനിയ വൈറസ് കയറി കഴിഞ്ഞാൽ ശരീരം സ്വീകരിക്കും. കാരണം ശരീരത്തിന് അറിയില്ല ചിക്കൻ ഗുനിയ ഏതാ ചിക്കൻ ബോക്സ് ഏതാന്ന്. ഓക്കെ, അപ്പോ അത് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആണ്, മനസ്സിലായോ? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ചിക്കൻ ബോക്സിന്റെ വൈറസ് എന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ചിക്കൻ ബോക്സിന്റെ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ആന്റിബോഡികൾ എന്റെ ശരീരത്തിൽ ഉണ്ടാവും. അവരെ കൊന്നുകളയും. അപ്പൊ നമുക്ക് പറയാം അത് സ്പെസിഫിക് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പാത്തോജൻ സ്പെസിഫിക് ആണ്. പാത്തോജൻ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഏത് രോഗമാണോ ഉണ്ടാക്കുന്നത് ആ രോഗത്തിനെതിരെ സ്പെസിഫിക് ആയിട്ട് പ്രവർത്തിക്കും. ഫോർ എക്സാമ്പിൾ, ചിക്കൻ ബോക്സ് വൈറസ് ആദ്യമായിട്ട് കയറി, എന്റെ ശരീരം അതിനെതിരെ പ്രവർത്തിച്ചു, എന്റെ ശരീരത്തിൽ ഒരു മെമ്മറി ഉണ്ടായി. ആ രണ്ടാമത് ചിക്കൻ ബോക്സിന്റെ വൈറസ് കയറുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ആ ചിക്കൻ ബോക്സ് വൈറസിനെ കയറിയിട്ട് ബോഡി അറ്റാക്ക് ചെയ്യും. മനസ്സിലായോ? അല്ലാണ്ട് വേറെ ആളെ വന്നു കഴിഞ്ഞാൽ ആ മെമ്മറി ഇയാൾ അറ്റാക്ക് ചെയ്യില്ല. മനസ്സിലായോ? പാത്തജൻസ് ആർ സ്പെസിഫിക്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഹലോ? Yes, ma'am. ആ, ഓക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താണ് ഇമ്മ്യൂണിറ്റി. രണ്ട് തരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ജനിക്കുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് നോൺ സ്പെസിഫിക് ആണ്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ പിന്നീട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അത് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ ചെറിയൊരു കാര്യം കൂടി, ഈ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി രണ്ട് വിധമുണ്ട്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയിൽ രണ്ട് വിധമുണ്ട്. മീൻസ് ആർജിച്ചെടുത്ത് ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. ലൈഫിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഇപ്പോ ആ അക്വയേർഡ് ഇമ്മ്യൂണിറ്റിനെ രണ്ടാക്കി തരംതിരിക്കാം. ഒന്ന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, മറ്റേത് പാസീവ് ഇമ്മ്യൂണിറ്റി. ആദ്യം നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താ നോക്കാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഞാൻ ആദ്യം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പഠിച്ച ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ചൊള്ള. ഇപ്പൊ ചൊള്ള വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ് ചിക്കൻ ബോക്സ് വൈറസ്. പോക്സ് വൈറസ് എന്നൊക്കെ പറയും. ഈ പോക്സ് വൈറസ് കയറിക്കഴിഞ്ഞാൽ എന്റെ ബോഡിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? മെമ്മറി സെൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഒരിക്കൽ ഇയാൾ കയറിയിട്ടുണ്ട്, ആ ഒരു ഓർമ്മ എന്റെ ബോഡിയിലുണ്ട്. മെമ്മറി സെൽസ് പറഞ്ഞൊരു സെൽസ് ഉണ്ട്. ഈ സെൽസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. രണ്ടാമത് ചിക്കൻ ബോക്സ് കയറുമ്പോൾ ഈ മെമ്മറി സെൽസിനെ അറിയാം, ഇയാൾ കയറിയ പ്രശ്നമാണ്, ഇയാളെ കയറ്റാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ മറ്റൊരു ഉദാഹരണമാണ് സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി എന്ന് പറയും. വസൂരി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്മോൾ പോക്സിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ട്. ആ, ഈ ചിക്കൻ ബോക്സിനെക്കാട്ടി ഭയങ്കര പ്രശ്നക്കാരനാ സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞതും വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വൈറസ് ഉണ്ടാക്കുന്ന രോഗം. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചിക്കൻ ബോക്സും സ്മോൾ പോക്സും പിന്നെ മീസിൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അഞ്ചാം പനി എന്ന് പറയും. അഞ്ചാം പനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ട്. ആ ഈ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വൺ ടൈമേ ലൈഫിൽ വരും. വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് അറിയാം എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം. ഒരിക്കൽ വന്നു കഴിഞ്ഞാല് രണ്ടാമതൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് നമ്മുടെ ശരീരം കൊടുക്കില്ല. കാരണം എന്താ? ഈ കേസിൽ ഇവിടെ മെമ്മറി സെൽസ് ഉണ്ടാവും.
ഓക്കെ. സമയെടുത്തിട്ടാണ് ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുക, അല്ലെ? ആദ്യം തന്നെ ചിക്കൻ ബോക്സ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയില്ല. ആ പാവം നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അയാളെ പിടിച്ച് കയറ്റും. കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കും ചെയ്യും. മെമ്മറി ഉണ്ടാക്കിയിട്ട് ആര് പോകും? നമ്മുടെ ചിക്കൻ ബോക്സ് വൈറസും സ്മോൾ ബോക്സ് വൈറസൊക്കെ അങ്ങോട്ട് പോകും. ഓക്കെ. അപ്പോ സമയെടുത്തിട്ടാണ്, ഒരുപാട് സമയെടുത്തിട്ടാണ് നമുക്ക് ഈ പ്രതിരോധം കിട്ടുന്നത്, അല്ലെ? ജനിച്ച പാട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ് ടേക്സ് ടൈം ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഉദാഹരണമാണ് നമ്മുടെ വാക്സിനേഷൻ. നമ്മളിപ്പോ കൊറോണയുടെ വാക്സിനേഷൻ ഒക്കെ എടുത്ത്, അല്ലേ? എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? കൊറോണയുടെ വാക്സിനേഷൻ എടുത്തപ്പോ എന്താ ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ജനിച്ച പാടന്നെ കുട്ടികളെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കൊണ്ടുണ്ടല്ലോ കുത്തിവെക്കാൻ. എന്താ ഇപ്പൊ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? പ്രതിരോധ കുത്തിവെപ്പ്. ആ ആ എന്തിനാ ഈ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നത്? ആം, ഇപ്പൊ സ്മോൾ പോക്സ്, വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ്, പോളിയോ എന്നുള്ള രോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെന്തിനാ സംഭവം? ഇതെന്താ ഇപ്പൊ ഒരു കുത്തണത്? എന്താ കുത്തിവെക്കണത്? ചിന്തിച്ചിട്ടുണ്ടാ? പോയാ എടാ, ഇതൊരു കാര്യം അറിയോ? നമ്മുടെ ഈ സ്മോൾ പോക്സിനെതിരെ കുത്തിവെപ്പ് എടുക്കുന്നുണ്ട്, അഞ്ചാമനിക്ക് എതിരുണ്ട്, ഇപ്പൊ ചിക്കൻ ബോക്സിനൊക്കെ എതിരെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതിനൊക്കെ നമ്മൾ കുത്തിവെക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ ഈ പണ്ടൊക്കെ ഈ സ്മോൾ പോക്സ് രോഗം വന്നു കഴിഞ്ഞാൽ, ഈ വസൂരി എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാല് പിന്നെ ആ ആളെ വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ വീട് മാറിപ്പോവും. കാരണം എന്താണെന്നറിയോ? അത്രയും ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസാണ് സ്മോൾ പോക്സ്. വന്ന അയാൾ മരണം 95% അയാൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താന്നാ, ഇത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വൈറസാണ്. ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക? ആ ആൾ അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാവരും പോകും. പിന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ വീടോടക്കനെ കത്തിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പ്രെഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു വൈറസാണ് പോക്സ് വൈറസ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഇത് വന്ന മരണം ഏകദേശം ഉറപ്പിക്കാം നമുക്ക്. അത്രയും പ്രശ്നമായിരുന്നു. ഇപ്പൊ ഈ ലോകത്ത് സ്മോൾ പോക്സ് പറഞ്ഞിട്ടുള്ള രോഗമില്ല. ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായിട്ടുണ്ട് ഈ രോഗം. കാരണം എന്താണെന്നറിയോ? സ്മോൾ പോക്സിനെതിരെയുള്ള കുത്തിവെപ്പ് ആദ്യമായിട്ട് ലോകത്ത് കണ്ടെത്തിയത് എഡ്വാർഡ് ജെന്നർ പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ്. അത് നമുക്ക് പഠിക്കില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിനൊക്കെതിരെ കുത്തിവെപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഈ കുത്തിവെക്കുമ്പോൾ, ഇപ്പൊ സ്മോൾ പോക്സിനെതിരെ നമ്മളൊരു കുത്തിവെപ്പ് എടുക്കുകയാണ്, വസൂരിക്കെതിരെ നമ്മളൊരു കുത്തിവെപ്പ് എടുക്കുകയാണ്, അഞ്ചാമനിക്കെതിരെ നമ്മളൊരു കുത്തിവെപ്പ് എടുക്കുകയാണ്. എന്താണ് ഈ കുത്തുന്നത് എന്നറിയോ? ഈ വൈറസുകളെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ കുത്തിക്കയറ്റുന്നത്. ഇപ്പൊ സ്മോൾ പോക്സിനെതിരെ, വസൂരിക്കെതിരെ നമ്മളൊരു കുത്തിവെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ വസൂരി ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഈ വൈറസിനെ തന്നെയാണ് നമ്മൾ കുത്തിക്കയറ്റുന്നത്. പക്ഷേ ഈ വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ജീവനില്ല. ജീവനില്ലാത്ത വൈറസുകളെ കുത്തിക്കയറ്റുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനത്തെ ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ, ഒരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പനിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാ? നന്നായിട്ട് ഷിവർ ചെയ്ത് അവർ പനിക്കും രാത്രി. കാരണം എന്താ? ഈ അസുഖങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള വൈറസുകളെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്നത്. പക്ഷെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. അവർക്ക് ഉപദ്രവിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെ കൊന്നിട്ടാണ് കുത്തിക്കയറ്റുന്നത്. എന്തിനാ ഈ കുത്തിക്കയറ്റുന്നത്? ആദ്യമായിട്ട് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ, ഈ വാക്സിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയാം, ആ ഇത് പ്രശ്നക്കാരനാണ്, ഇത്രയൊക്കെ പ്രശ്നക്കാരനുണ്ടാവും. അപ്പൊ അതിനെതിരെയുള്ള മെമ്മറി സെൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. രണ്ടാമത് പുറത്തുനിന്ന് നമുക്ക് ഈ രോഗം നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ, ബോഡിയിൽ ഓൾറെഡി മെമ്മറി സെൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് രണ്ടാമത് നമ്മുടെ ബോഡിയിൽ ഇയാളെ കയറ്റില്ല. ഓക്കെ. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ലൈഫ് ടൈം ആയിട്ട് ഒരുപാട് സമയമെടുത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ഒരിക്കൽ നമ്മൾ സ്മോൾ പോക്സിനെതിരെ, വസൂരിക്കെതിരെ ഒരു കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമിൽ നമുക്ക് വസൂരി വരില്ല. ഇപ്പൊ നമ്മളൊരു ചിക്കൻ ബോക്സിനെതിരെ ഒരു കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമിൽ നമുക്ക് ചിക്കൻ ബോക്സ് വരില്ല. അഞ്ചാമനിക്കെതിരെ അഞ്ചാമനിക്കെതിരെ നമ്മളൊരു കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമിൽ നമുക്ക് അഞ്ചാമനി വരില്ല. കാരണം ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഈ വൈറസുകളെ തന്നെയാണ് നമ്മൾ കുത്തിവെക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമിൽ നമുക്ക് ആ രോഗം വരില്ല. ക്ലിയർ ആയോ?
മനസ്സിലായ മനസ്സിലായ അപ്പോൾ ഇവിടെ Yes, നമുക്ക് ma'am. ആ ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക് കൊടുക്കാം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഉദാഹരണമാണ് വാക്സിനേഷൻ. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഉദാഹരണമാണ് വാക്സിനേഷൻ. വാക്സിനേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാക്സിനേഷൻസ്. ഓക്കെ, വാക്സിനേഷൻസ്. ഇനി ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു പാമ്പ് കടിച്ചപ്പോൾ ഈ സിമ്പിളായിട്ട് പറയും. ഒരു പാമ്പ് കടിച്ചു, നല്ല വിഷമുള്ള മൂർക്കം പാമ്പ കടിച്ചത്. നമ്മൾ അയാളെ എടുത്തിട്ട് എന്നോട് ഓടും, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ വേഗം ആന്റിവൻ അടിക്കും. ഓക്കെ, ആന്റിവൻ അടിച്ച് മീൻസ് വിഷം കയറിയ കാരണം കൊണ്ടാണ് നമ്മൾ ആന്റിവൻ അടിക്കും. ആന്റിവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആന്റിവനം ആന്റിവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്ന്. അതിനെയാണ് ആന്റിവനം എന്ന് പറയുന്നത്. വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം. വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളെയാണ് ആന്റിവനം. അപ്പോ പെട്ടെന്ന് നമ്മൾ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച ആളെ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആന്റിവൻ അടിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇനി ഒരു മാസം കഴിഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു, ആന്റിവൻ അടിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടു, ആ വിഷത്തെ എന്താണ് ഇല്ലാണ്ടാക്കി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഒരു മാസം കഴിഞ്ഞിട്ട് അയാൾ ഈ സെയിം പാമ്പ് വീണ്ടും കടിച്ചു, വിഷമുള്ള പാമ്പ. ഒരിക്കൽ ഒരിക്കൽ ഇയാളൊരു ആന്റിവൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് രണ്ടാമത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഞാൻ ആന്റിവൻ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കുത്തിരിക്കാണോ വേണ്ടിയത്? അല്ല. ആ, എന്താ ചെയ്യേണ്ടത് ദിവസത്തെ? പിന്നെ രണ്ടാമത് പാമ്പ് കടിച്ചാൽ പിന്നെ രണ്ടാമത് ആന്റിവൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യണ്ട്. ആവശ്യമുണ്ട്. അപ്പൊ എന്തേ? ആദ്യം ആന്റിവൻ അടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ രണ്ടാമത് പിന്നെ ആന്റിവൻ അടിക്കണേ? ആ, അത് ആ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുള്ളൂ അല്ലേ? കുറച്ച് അതെ. സമയത്തിന് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. കുറച്ച് സമയത്തിന് മാത്രമേ അതിന്റെ ഒരു ഉപയോഗം അവിടെ നിലനിൽക്കുള്ളൂ. മനസ്സിലായ? ഇപ്പൊ ആന്റിവനത്തിന്റെ കേസിൽ ആദ്യം പാമ്പ് അടിച്ചു, പാമ്പിന്റെ വിഷം നമ്മുടെ ശരീരത്തിൽ കയറി, അതിനെതിരെ ആന്റിവൻ അടിച്ചു. ഓക്കെ, ആന്റിവൻ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് അറിയില്ല, മെമ്മറി സെൽസ് അവിടെ ക്രിയേറ്റ് ചെയ്യണില്ല. ആന്റിവൻ അടിച്ചുകൊണ്ട് എന്റെ ബോഡിക്ക് മനസ്സിലാവണില്ല എന്താണ് വിഷം ഇല്ലാത്തത് എന്താണെന്നൊന്നും എന്റെ ബോഡിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, കാരണം വനത്തിന് എന്തിനുള്ള കഴിവില്ല, പാമ്പിന്റെ വിഷത്തിന് എന്തിനുള്ള കഴിവില്ല, മെമ്മറി സെൽസിന് ഉണ്ടാക്കാനുള്ള കഴിവില്ല. വിച്ച് മീൻസ് അത് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ആ സമയത്ത് വിഷം കയറുക, ആ സമയത്ത് റെഡിമെയ്ഡ് ആയിട്ട് അതിന് ആന്റിവനം കൊടുക്കുക. അപ്പപ്പ ഓർമ്മ ഉണ്ടാവുള്ളൂ. ചിലവർ അങ്ങനെയാണ് അല്ലേ? ഏഹ് എന്താണ്, ആദ്യം നമ്മള് സ്കൂളിലൊക്കെ പോണ സമയത്ത് നേരം വഴുകി വരും. നേരം വഴുകി വന്നാൽ ഇപ്പൊ ടീച്ചർ പുറത്ത് നിർത്തും, എന്നിട്ട് ഒരു അടി തരും അല്ലേ? അടി തരും. പിന്നെ എന്നിട്ട് അടി തന്നിട്ട് ക്ലാസ്സിൽ കയറ്റും. ആ അടിയുള്ള കിട്ടുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. ചിലവർ എന്നും ലേറ്റ് ആയിട്ട് വരും അല്ലെ? എന്നും ലേറ്റ് ആയിട്ട് വരും, എന്നും അടി മേടിക്കും. ആണ്, കുറ്റം ചെയ്യും അടി മേടിക്കും, കുറ്റം ചെയ്യും അടി മേടിക്കും. ഒരു നാണമില്ലാത്ത പരിപാടി അല്ലേ? അതിനെയാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. മീൻസ് ഓർമ്മയിലേ ഉണ്ടാവില്ല അവർക്ക് കാര്യം. ഇന്നലെ നേരം വഴുകി വന്നിക്കണ്, ടീച്ചറിനെ പണിഷ് ചെയ്യും എന്നൊരു ഉളുപ്പും ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാമ്പ് കടിച്ചു, അപ്പൊ ആന്റിവനം അടിച്ചു, അപ്പൊ നോ മെമ്മറി സെൽസ് ക്രിയേറ്റഡ്. നമ്മുടെ ശരീരത്തിന് അറിയില്ല രണ്ടാമത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുമോ, മെമ്മറി സെൽസ് ക്രിയേറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആന്റിവനം എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. വാക്സിനേഷൻസ് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. മനസ്സിലായോ? ഓക്കെ, പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഫാസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നോ മെമ്മറി സെൽസ് ആർ ഫോംഡ്. മെമ്മറി സെൽസ് ഉണ്ടാവുകയില്ല. മെമ്മറി സെൽസ് ഉണ്ടാവുന്നത് എവിടെയാ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. ഓക്കെ, ഇനി ഒരിക്കൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം, വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഇറ്റ്സ് ദ ഓവറോൾ എബിലിറ്റി ഓഫ് ദി ഹോസ്റ്റ് ടു ഫൈറ്റ് ദ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ബൈ ദ ഇമ്മ്യൂണി സിസ്റ്റം ഈസ് കോൾഡ് ഇമ്മ്യൂണിറ്റി. രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കുക. ഡിഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് എ ടേബിൾ, എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് എഴുതിയാൽ മതി. ഓക്കെ,
ഇനി ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഉള്ളൂ കേട്ടോ. അതും കൂടി ഞാൻ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം, എന്നത് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിലുള്ള മെയിൻ രണ്ട് സെൽസുകളാണ് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ലിംഫോസൈറ്റുകൾ രണ്ട് രീതിയിലുണ്ട്. ബി ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ് ഉണ്ട്. ഈ ബി ലിംഫോസൈറ്റുകളെ തന്നെയാണ് ബി സെൽസ് എന്ന് പറയുന്നത്, ടി ലിംഫോസൈറ്റുകളെ തന്നെയാണ് ടി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബി സെൽ, ഇതാണ് ടി സെൽ. ഒന്നുമില്ലടാ, നമ്മുടെ ഡബ്ല്യു ബി സികൾ തന്നെയാണ് ഈ ബി സെൽസും ടി സെൽസും. ഡബ്ല്യു ബി സിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പഠിച്ചു അല്ലെ, ഡബ്ല്യു ബി സി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഗ്രാനുലോസൈറ്റ്, എഗ്രാനുലോസൈറ്റ്, ഗ്രാനുലോസൈറ്റിലാണെങ്കിൽ ഈസിനോഫിൽ, ബേസോഫിൽ, പിന്നെ ന്യൂട്രോഫിൽ എന്നൊക്കെ പഠിച്ചു. എഗ്രാനുലോസൈറ്റ് ആണെങ്കിൽ മോണോസൈറ്റുകൾ ഉണ്ട്, ലിംഫോസൈറ്റുകൾ ഉണ്ട്. ഈ ലിംഫോസൈറ്റിൽ രണ്ടാൾക്കാരുണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ് ഉണ്ട്. ആ ബി സെൽസും ടി സെൽസും ആണ് ഇത്. ഇപ്പൊ ബി സെൽസിന്റെ പണി എന്താണെന്നറിയോ? ആരെങ്കിലും പുറത്തുനിന്ന് കയറി കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഒരു ബാക്ടീരിയയും ആരെങ്കിലും കയറി കഴിഞ്ഞാല് എന്താണ്, ഐ അറ്റാക്ക് ഇൻവേഡേഴ്സ് ഔട്ട്സൈഡ് ദി സെൽസ്. സെല്ലിന്റെ പുറത്ത് വെച്ചിട്ട് ആരെ കൊല്ലും? ബി സെൽസ് അയാളെ കൊല്ലും. ഓക്കെ. പിന്നെ ടി സെൽസിന്റെ പണി എന്താ? ഇപ്പൊ ഒരു സെല്ലിനെ ഒരാൾ അറ്റാക്ക് ചെയ്തു, ആ സെല്ല് നശിച്ചു. ഓക്കെ. നമ്മുടെ ശരീരത്തില് ഒരു സെല്ലിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു, ഇൻഫെക്റ്റഡ് ആയി. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിനെ കൊല്ലുന്ന ആളാണ് ടി സെൽസ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ബി സെൽസും ടി സെൽസും എന്ത് ചെയ്യും? ആര് ബോഡി കയറി കഴിഞ്ഞാലും അവരുടെ കാര്യം തീരുമാനമാകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണി സെൽസുകളാണ് ബി സെൽസും ടി സെൽസും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബി സെൽസും ടി സെൽസും നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷിയേ ഉണ്ടാവില്ല. ജനിച്ച പാടനെ നമ്മൾ ചിലപ്പോൾ മരിച്ചു എന്ന് തന്നെ വരും. അത്രയും പ്രശ്നക്കാരനാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സെൽസുകളാണ് ബി സെൽസും ടി സെൽസും. ഇവർ ചെയ്യുന്ന പണികൾ പറയുമ്പോൾ വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേരുണ്ടാവുന്നത് എവിടെയാ അറിയോ? ഈ ബി സെൽസും ടി സെൽസും, ഇത് ഡബ്ല്യു ബി സി ആണല്ലോ, എല്ലാ ബ്ലഡ് സെൽസും എവിടെ ഉണ്ടാവുന്നത്? ബോൺ മാരോയില്. രണ്ടും ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. രണ്ടാളും, ബി സെൽസും ടി സെൽസും ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. ഇത് ഇവര് മാത്രല്ല ട്ടാ, പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലും ആർ ബി സി ആണെങ്കിലും മറ്റ് ഡബ്ല്യു ബി സികളാണെങ്കിലും എല്ലാം ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഡിഫറൻഷിയേഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങളുടെ NIOSന്റെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ടി സെൽസും ബി സെൽസും തമ്മിലുള്ള വ്യത്യാസം. ടി സെല്ലും ബി സെല്ലും ജനിക്കുന്നത് എവിടെയാ? ബോൺ മാരോയിൽ. രണ്ടുപേരുടെയും ബർത്ത് പ്ലേസ് ബോൺ മാരോയിലാണ്. പക്ഷെ ടി സെൽസ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ടി സെൽസ് ജനിക്കുന്നത് ബോൺ മാരോയിലാണെങ്കിലും അവര് വളരുന്നതും മെച്ചൂർഡ് ആകുന്നതും തൈമസിൽ വെച്ചിട്ടാ, തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാ. അതുകൊണ്ടാണ് ടി സെൽസ് എന്ന് പറയുന്നത്. തൈമസിന്റെ ടി ആണ് ടി സെൽസ്. ഓക്കെ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, ടി സെൽസ് ബോൺ മാരോയിൽ ജനിച്ച് തൈമസ് ഗ്ലാൻഡിൽ വളരുന്ന സെല്ലാണ് ടി സെൽസ്. ഓക്കെ. കണ്ട, ബോൺ മാരോയും തൈമസും ആരായിരുന്നു? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആയിരുന്നു അല്ലെ. ഇനി ബി സെൽസ്. ബി സെൽസിന്റെ പണി എന്താ? ബി എന്നുള്ള വാക്ക് ബോൺ മാരോയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബോൺ മാരോയിൽ ജനിച്ച് ബോൺ മാരോയിൽ മെച്ചോർഡായ സെൽസുകളാണ് ബി സെൽസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടി സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ടി സെൽസ് ആന്റിജൻസിനെ ഐഡന്റിഫൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരെ പോയി കൊല്ലും. ഒരാളുടെ ഹെൽപ്പ് വേണ്ട, അറ്റാക്ക് ഡയറക്ട്ലി. ഓക്കെ. ഒരു ടി സെല്ലിന് 3 to 4 years വരെ ജീവിക്കാൻ പറ്റും. 3 തൊട്ടിട്ട് 4 വർഷം വരെ ടി സെൽസുകൾക്ക് ഒരു ബോഡിയിൽ ജീവിക്കാൻ പറ്റും. ബി സെൽസുകൾക്കോ? ബി സെൽസുകൾക്ക് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബി സെൽസുകൾക്ക് ഡയറക്റ്റ് പോയിട്ട് ബാക്ടീരിയകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബി സെൽസ് എന്താ പറയുക ചെയ്യുക? ബി സെൽസ് പോയിട്ട് ആന്റിബോഡീസുകൾ ഉണ്ടാക്കും, എന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ടി സെൽ പറയുമ്പോൾ മെയിൻ ആണ്. ടി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒറ്റക്ക് പോയിട്ട് അടിക്കും. ഓക്കെ. പക്ഷെ ബി സെൽസ് അങ്ങനെയല്ല. ബി സെൽസിന് ചെറിയൊരു പേടിയാണ്. ബി സെൽസിന് എന്ത് ചെയ്യും? ഈ ബി സെൽസ് ആദ്യം ആന്റിബോഡീസുകൾ ഉണ്ടാക്കും. ആന്റിബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മുടെ അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏജന്റുകൾക്കാണ് ആന്റിബോഡീസ് എന്ന് പറയുക. ആന്റിബോഡീസ്. ഞാൻ അതിനൊരു ഡയഗ്രാം കാണിച്ചു തരാം. ഓക്കെ. ഡയഗ്രാം ഞാനിതിലിടാം. ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് ആന്റിബോഡീസ് ഫോർ അറ്റാക്ക്. ബി സെൽസുകൾക്ക് ഒറ്റക്ക് അടിക്കാൻ പേടിയാണ്. ഒറ്റക്ക് പോയിട്ട് വൈറസുകൾ അറ്റാക്ക് ചെയ്യാൻ പേടിയാണ്.
ഇപ്പൊ ബി സെൽസ് എന്ത് ചെയ്യും അറിയോ? ബി സെൽസ് ആന്റിബോഡീസിനോട് പോയി പറയും, നീ പോയി അറ്റാക്ക് ചെയ്തോ, ഞാൻ നിന്നെ ഉണ്ടാക്കാം എന്ന് പറയും. ബി സെൽസ് എന്ത് ചെയ്യും? ആന്റിബോഡീസുകൾ ഉണ്ടാക്കും. ആന്റിബോഡീസുകൾസ് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഓക്കെ. ആന്റിബോഡീസ് കുറച്ച് സമയം മാത്രമേ ജീവിക്കുള്ളൂ. ആന്റിബോഡീസ് ആർ ഷോർട്ട് ലൈവ്ഡ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ടി സെൽസും ബി സെൽസും തമ്മിലുള്ള ഒരു വ്യത്യാസം ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ടി സെൽസും ബി സെൽസും. ഓക്കെ, രണ്ടും ലിംഫോസൈറ്റുകളാണ് കേട്ടാ. ഇനി ആ അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെയിം ദ ടു കൈൻഡ്സ് ഓഫ് ലിംഫോസൈറ്റ്സ് ഓഫ് യുവർ ഇമ്മ്യൂണറി സിസ്റ്റം. നിങ്ങൾ ഇമ്മ്യൂണറി സിസ്റ്റത്തിലെ രണ്ട് ലിംഫോസൈറ്റുകളുടെ പേരെന്താ? ബി സെൽസും ടി സെൽസും അല്ലെ? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ബി സെൽസ് ഉണ്ടാകുന്നത് ബോൺ മാരോയിൽ, ടി സെൽസ് ഉണ്ടാകുന്നതും ബോൺ മാരോയിൽ. ബി സെൽസ് മെച്ചൂർഡ് ആകുന്നത് ബോൺ മാരോയിൽ, ടി സെൽസ് മെച്ചൂർഡ് ആകുന്നത് തൈസിൽ. ഓക്കെ. ബി സെൽസ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ടി സെൽസ് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ബി സെൽസിന്റെ ആന്റിബോഡീസ് കുറച്ച് സമയം മാത്രമേ ജീവിക്കുള്ളൂ. ടി സെൽസുകളുടെ ഏകദേശം 3 തൊട്ടിട്ട് 4 വർഷം വരെ ജീവിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി ഇനി രണ്ട് അസുഖങ്ങളെ കുറിച്ചിട്ടും കൂടി പറയാം, അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബി സെൽസും ടി സെൽസും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു അവസ്ഥ കാണിച്ചു തരാം കേട്ടാ. നിങ്ങൾ കണ്ട ഈ ഒരു കുട്ടീനെ കണ്ട? ഈ കുട്ടി ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നോക്കി, നിങ്ങൾ കണ്ട? ഒരു റൂമില്, ഒരു വൃത്തിയുള്ള റൂമിലാണ് ഈ കുട്ടീനെ ആക്കിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കുട്ടിക്ക് ഒരു രോഗമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഒരു രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരാണ് സ്കിഡ്. സ്കിഡ് സ്കിഡിന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണി ഡെഫിഷ്യൻസി സിൻഡ്രോം. ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടി സ്കിഡ് പറഞ്ഞ രോഗം കൊണ്ടാണ് ജനിച്ചിട്ടുള്ളത്. സ്കിഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ കുട്ടിയുടെ ശരീരത്തിൽ ജനിക്കുമ്പോൾ തന്നെ ടി സെൽസും ഇല്ല, ബി സെൽസും ഇല്ല. ടി സെൽസും ഇല്ല, ബി സെൽസും ഇല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നോക്കിയാൽ നമ്മളൊന്ന് വായു ശ്വസിച്ചാൽ മതി. നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് തന്നെ കോടാനുകോടി ബാക്ടീരിയകളും വൈറസും നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ കാണാണ്ട്, നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിലോട്ട്. ഇപ്പൊ നോക്കിയേ, നമ്മൾ ഒരു കൈ ടേബിളിൽ വെച്ച്, ആ ടേബിളിൽ നിന്ന് നമ്മുടെ കൈ നമ്മുടെ വായന്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം തുറന്നു വെച്ചിട്ടാണ് കഴിക്കുന്നത്, അതിലൂടെ ഒരുപാട് ബാക്ടീരിയകളും വൈറസുകളും കയറുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും അസുഖം വരുന്നില്ലല്ലോ. കാരണം എന്താ? നമ്മുടെ ശരീരത്തിലെ ടി സെൽസും ബി സെൽസും എല്ലാത്തിനും വെട്ടി നശിപ്പിക്കും. ഒരു മയമില്ല അവർക്ക് ആരോടും. ആരാണോ ശരീരത്തിന് അറ്റാക്ക് ചെയ്യുന്നത്, ടി സെൽസും ബി സെൽസും നശിപ്പിക്കും. ഈ കുട്ടിയുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഒരു രോഗമുണ്ട്. ഈ രോഗത്തിന്റെ പേരാണ് സ്കിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ശരീരത്തിൽ ടി സെൽസും ഇല്ല, ബി സെൽസും ഇല്ല. നോക്കിയേ, അത് കാരണം കൊണ്ട് ഈ കുട്ടിക്ക് എന്ത് രോഗം വന്നാലും മാറില്ല. അപ്പൊ രോഗം വരാണ്ട് സൂക്ഷിക്കാൻ ഈ കുട്ടീനെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ലൈഫ് ടൈം ആ കുട്ടി എന്ത് ചെയ്യാണ്? അതിൻ്റെ അകത്ത് ജീവിക്കുകയാണ്. നിങ്ങൾ കണ്ട? ഇതിൻ്റെ അകത്തുള്ള എയർ ഒക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫിറ്റിങ്സ് ഒക്കെ വെച്ചു കൊടുത്തേക്കുക. ഓക്കെ. അപ്പോ ഈ കുട്ടിയുടെ ജീവൻ ആപത്താ. എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ടി സെൽസിനും ബി സെൽസിനും ഇഞ്ചെക്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ കുട്ടിക്ക്. അങ്ങനത്തെ രോഗത്തിനെയാണ് നമ്മൾ സ്കിഡ് എന്ന് പറയുന്നത്. സ്കിഡ്. ഓക്കെ. ഇതൊരു ഇമ്മ്യൂണി ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഇമ്മ്യൂണി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ട്, പ്രതിരോധശേഷി കുറവ് ഉള്ളത് കാരണം കൊണ്ട് വരുന്ന ഒരു രോഗമാണ് സ്കിഡ്. ഓക്കെ. ഓക്കെ, മനസ്സിലായോ? ഇത് ജനിക്കുമ്പോൾ വരുന്ന രോഗം, ജനറ്റിക് ഡിസീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മനാ ഉള്ള രോഗമാണ് സ്കിഡ്. ഓക്കെ. ഇനി അടുത്ത രോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എയ്ഡ്സ്. കേട്ടിട്ടുണ്ടോ എയ്ഡ്സിനെ പറ്റിയിട്ട്? ഇസത്ത് കേട്ടിട്ടുണ്ടോ എയ്ഡ്സിനെ പറ്റിയിട്ട്? എല്ലാരും പോയ കേട്ടിട്ടുണ്ടോ എയ്ഡ്സിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ട്. ആ, എയ്ഡ്സ് കേട്ടിട്ടുണ്ട് അല്ലെ? എയ്ഡ്സിന്റെ ഫുൾ ഫോം ആണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതും പ്രതിരോധ ശേഷി കുറക്കുന്ന ഒരു രോഗം. എങ്ങനെയാണെന്നറിയാം, പക്ഷെ ഇത് ജന്മനാ വരുന്ന രോഗമല്ല.
ഈ രോഗം വരുന്ന 4 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പൊ ഒരു എയ്ഡ്സ് രോഗിയുണ്ട്. ഒരു ഒരു ഫാദർ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, ഹസ്ബൻഡോ വൈഫോ എയ്ഡ്സ് രോഗി ആണെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ അവർക്ക് എയ്ഡ്സ് രോഗം പകരാം. ഓക്കെ. എയ്ഡ്സ് രോഗം പകർത്തുന്നത് ഒരു വൈറസാണ്. ആ വൈറസിന്റെ പേര് HIV എന്ന് പറയും. ഹ്യൂമൻ ഇമ്മ്യൂണെ വൈറസ് എന്ന് പറയും. HIV പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് പടർത്തുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് പടരാനുള്ള മെയിൻ കാരണം ഒന്ന് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്തൗട്ട് പ്രൊട്ടക്ഷൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ആ രോഗിയുമായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എയ്ഡ്സ് വരും. പിന്നെ ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഈ സിറിഞ്ചൊക്കെ ഈ നീഡിൽസ് ഷെയർ ചെയ്യും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ സെയിം സിറിഞ്ച് ഒരു എയ്ഡ്സ് രോഗിയുടെ സെയിം സിറിഞ്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് എയ്ഡ്സ് വരും. ഓക്കെ. അതേപോലെ ബ്ലഡ് കോണ്ടാക്ട്, ഒരു എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് നമ്മുടെ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്ഡ്സ് വരും. ഓക്കെ. പിന്നെ മറ്റൊന്നാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. എയ്ഡ്സ് രോഗിയായ അമ്മ, അങ്ങനെയാണെങ്കിൽ ആ അമ്മക്ക് ജനിക്കുന്ന കുട്ടിക്കും എന്ത് വരും? എയ്ഡ്സ് വരും. സോ എയ്ഡ്സ് വരാനുള്ള മെയിൻ 4 കാരണങ്ങളാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്തൗട്ട് പ്രൊട്ടക്ഷൻ, ഷെയറിങ് നീഡിൽസ്, എയ്ഡ്സ് രോഗി യൂസ് ചെയ്ത് നീഡിൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എയ്ഡ്സ് വരും. ബ്ലഡ് കോണ്ടാക്ട്, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരും. അപ്പോ ഇവിടെ പറയാനുള്ളത്, ഈ എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് HIV വൈറസ്. അപ്പൊ ഈ എയ്ഡ്സ് രോഗം വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിനെ ബാധിക്കും. ഇപ്പോ ഒരു HIV പറഞ്ഞിട്ടുള്ള വൈറസ് എന്റെ ബോഡിയിൽ കയറി എന്ന് വിചാരിച്ചോ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ T സെൽസിനും ഇവരങ്ങോട്ട് പോയി കൊല്ലും. T സെൽസിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണം പോയി അല്ലേ? നമ്മുടെ ബോഡിക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ HIV വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇയാളെല്ലാ T സെൽസിനും പോയി കൊല്ലും. നമ്മുടെ ബോഡിയിൽ എങ്ങാനും ഒരു HIV വൈറസ് കയറിക്കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡിൽ എങ്ങാനും ഒരു HIV വൈറസ് കയറിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ എല്ലാ T സെൽസിനും ഇവരങ്ങോട്ട് കൊന്നു നശിപ്പിക്കും. കൊന്നാ പിന്നെ പറയണം, കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും പിന്നെ മാറില്ല. എയ്ഡ്സ് രോഗികൾ എങ്ങനെയാ അറിയോ മരിക്കുക? എയ്ഡ്സ് രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം അത് തിരിച്ചറിയ ഏകദേശം 5-10 കൊല്ലം എടുക്കും. ഓക്കെ. എങ്ങാനും നമുക്ക് എയ്ഡ്സ് രോഗം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം അത് കാണിക്കാൻ 5-10 വർഷം കഴിഞ്ഞിട്ടാ. ഓക്കെ. പിന്നെ ഇത് കയറിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ T സെൽസിനെ അവരങ്ങോട്ട് കൊല്ലും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു T സെൽസ് ഉണ്ടാവില്ല. നമുക്ക് പനി വന്നാൽ മാറില്ല, ചുമ വന്നാൽ മാറില്ല, അസുഖങ്ങൾ വന്നാൽ ഒന്നും മാറില്ല. അവസാനം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഇല്ലാണ്ടാവും. അങ്ങനെ ഇമ്മ്യൂണെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് മരണം സംഭവിക്കും നമുക്ക്. ഓക്കെ. ഈ എയ്ഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കംബാക്ക് ഇല്ല. ഒരിക്കൽ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എയ്ഡ്സ് രോഗം മാറ്റാൻ പറ്റില്ല. കാരണം അതിനുള്ള ഒരു മരുന്ന്, അതിനുള്ള കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ഒരു മരുന്ന് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എയ്ഡ്സിന് എതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്, അതിന് ഇന്റൻസിറ്റി കുറയ്ക്കേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് എയ്ഡ്സിനെ ക്യൂർ ചെയ്യുന്ന മരുന്നുകൾ ഈ ലോകത്ത് ഇപ്പൊ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഇമ്മ്യൂണെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, 2 ഇമ്മ്യൂണെ ഡെഫിഷ്യൻസി ഡിസോർഡറിന്റെ പേര് പറയാൻ. അപ്പൊ ഒന്ന് സ്കിഡ്, ഒന്ന് HIV എന്ന് പറയണക്കാട്ടി നല്ലത് എന്താ? എയ്ഡ്സ് എന്നാ പറയാ കേട്ടാ. എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എയ്ഡ്സ് എക്സാമിന് ചോദിക്കും കേട്ടാ. സ്കിഡും എയ്ഡ്സും. സ്കിഡ് എങ്ങനെയാ വരുന്നത്? ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് T സെൽസ് ആൻഡ് B സെൽസ്. എയ്ഡ്സ് എങ്ങനെയാ വരുന്നത്? ഡ്യൂ ടു ദ റിഡക്ഷൻ ഇൻ T സെൽസ്. മനസ്സിലായോ? ഇനി കണ്ട, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഇമ്മ്യൂണെ ഡെഫിഷ്യൻസി സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ലക്ഷണങ്ങളെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മളോട് 2 എക്സാമ്പിൾസ് ചോദിച്ചത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോത്തിന്റെ. ഒന്ന് എയ്ഡ്സും, രണ്ടാമത്തത് സ്കിഡും. ഈ പേരിങ്ങനെ കണ്ടു പഠിച്ചാൽ മതി. എയ്ഡ്സും സ്കിഡും ട്ടാ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ബാക്കി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഒക്കെ നമ്മൾ എടുത്തതാണ്. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. ദ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദി ഹാർട്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡബിൾ വാൾഡ് മെംബ്രെയിന്റെ പേരെന്ത്? പെരികാർഡിയം.
പെരികാർഡിയം ആണ് കേട്ടോ. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന്റെ പറയുന്ന പേരുണ്ട് പെരികാർഡിയം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അളക്കുന്ന യന്ത്രത്തിന്റെ പറയുന്ന പേരെന്താ? ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ ക്യാൻ ബി റെക്കോർഡഡ് ബൈ വിച്ച് ഇൻസ്ട്രുമെന്റ്? ഏത് ഇൻസ്ട്രുമെന്റാ? ഇ സി ജി അല്ലേ? ഇ സി ജി. ഇ സി ജിയുടെ ഫുൾ ഫോം എന്താ? ഇ സി ജിയുടെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ആട്രിയത്തിന് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൾവിന് പറയുന്ന പേരെന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. എന്താ പേര്? എന്താ പേര്? ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൾവ് മറക്കരുത്. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ട് രണ്ട് രോഗങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യ, ഭയങ്കര ഡെപ്തിലൊന്നും നിങ്ങളടുത്ത് ചോദിക്കുന്നില്ല. നെയിം ദ ടു ഹാർട്ട് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഏതാ? ഫിസിത്ത് പറഞ്ഞേ. ഫിൽസ ഉണ്ടോ? ഫിൽസ പറ. രണ്ട് ഹൃദ്രോഗത്തിനെ കുറിച്ച് പറഞ്ഞേ. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. രണ്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട രണ്ട് രോഗങ്ങൾ പറയാൻ പറ്റുമോ ഫിൽസ? പോയാ. ഫിസത്തിന് പറയാൻ പറ്റുമോ? ആ, ഏതാ? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞൂടെ? ഹാർട്ട് ആ അറ്റാക്ക് എന്ന് പറഞ്ഞൂടെ? ആ, കൊറോണറി ആർട്ടറി ഡിസീസ് പറഞ്ഞൂടെ? ആ, അപ്പൊ രണ്ട് രോഗങ്ങൾ, രണ്ട് ഹൃദ്രോഗങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ അവസാനിച്ചു കേട്ടാ, ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ? ആ മാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാട്ടാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ട് കാണാം. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ശരി ശരി.